മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കാൻ പോവുകയാണ്. സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ അടിസ്ഥാനത്തിലും എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം ഉണ്ടാവും. സ്കൂൾ PTA-ക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിമർശനമുന്നയിച്ചു. PTA എന്നത് സ്കൂൾ ഭരണസമിതിയായി കാണരുത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിമർശനം. PTA ഫണ്ട് എന്ന പേരിൽ വലിയ തുക പിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. എൻട്രൻസ് കോച്ചിംഗ് സെന്ററുകളിൽ അമിത ഫീസ് ഈടാക്കുന്നതായി വ്യാപക പരാതി കിട്ടിയിട്ടുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിൽ അമിത ഫീസ് വാങ്ങുന്നുണ്ടെന്നും പരാതിയുണ്ട്. ഈ വിഷയങ്ങളിൽ സർക്കാർ കർശന ഇടപെടൽ നടത്തുമെന്നും ശിവൻകുട്ടി പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തിന് നാളെ തുടക്കമാകുമ്പോൾ സ്കൂൾ വിപണിയിലും അവസാനവട്ട തിരക്ക് അനുഭവപ്പെടുകയാണ്. കാലവർഷം ശക്തമായി തുടരുന്നതിന്റെ ആശങ്ക ഇപ്പോൾ വിപണിയിലുണ്ട്. എന്നാൽ നല്ല തിരക്കാണ് എല്ലായിടത്തും. സംസ്ഥാനതല പ്രവേശന ഉത്സവം നാളെ കൊച്ചിയിൽ നടക്കാൻ പോവുകയാണ്. ഇതിനിടെ സ്കൂൾ വിപണിയിലെ കാഴ്ചകൾ. എനിക്കിഷ്ടമായി. നല്ലതാണ്. ഞാൻ കുട അങ്ങനെ മറ്റേതുള്ളത് കവറിങ്ങനുള്ളത് കുട റേറ്റ് ബാഗ് ഉണ്ട്. ഇത് ബാഗിൻ്റെ കവറുണ്ട്, റെയിൻ കവറുണ്ട്, പെൻസിൽ പേന അങ്ങനെയൊക്കെ അങ്ങനെ കുറേ മേടിച്ചു. കുടകളുടെ നിറങ്ങളും വൈവിധ്യങ്ങളുമെല്ലാം കുരുന്നുകൾക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ വിലയുടെ കാര്യം പറയുമ്പോൾ മാതാപിതാക്കൾ ഒന്നും അടിയും. കാരണം കുട മാത്രം വാങ്ങിയതുകൊണ്ട് കാര്യമില്ല. പുതിയ ബാഗ്, പുസ്തകങ്ങൾ, ചെരുപ്പ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെ ആ ലിസ്റ്റ് നീണ്ടതാണ്. ഇതിനെല്ലാം പുറമെ യൂണിഫോമിൻ്റെ കനത്ത ബില്ല് വേറെയുമുണ്ട്. സ്കൂൾ പ്രവേശനോത്സവം കുറച്ച് ചെലവുള്ളതാണ്. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാതെ പറ്റില്ലല്ലോ. ഈ തവണ എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല. പിന്നെ ലാസ്റ്റ് ഇയർ കൊറോണയുടെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ അധികം ഒന്നും മേടിച്ചില്ല. പിന്നെ ഈ തവണ ഇത്തിരി നല്ല ഹെവി പർച്ചേസിങ്ങിന് വേണ്ടി തന്നെ ഇറങ്ങിയേക്കാണ് സാധനങ്ങൾ. കുഴപ്പമില്ല. എനിക്ക് ഏതായാലും ഇയാൾക്ക് പറ്റിയ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സമയത്താകുമ്പോൾ എല്ലായിടത്തും ഒരുപാട് കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. നല്ല ആളുകൾ കൂടുതൽ ഈ ഭാഗത്തൊക്കെ കൂടുതൽ വാങ്ങിക്കുന്നത്. വിലകൾ ഇപ്പോൾ പൊതുവെ എല്ലാത്തിനും കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാലും നമുക്ക് അഡ്ജസ്റ്റഡ് ആയ സ്ഥലത്തല്ലേ നമ്മൾ വരുള്ളൂ. ബ്രാൻഡഡ് സാധനങ്ങൾ അന്വേഷിച്ചു വരുന്നവരും ബജറ്റിന് ഒതുങ്ങുന്ന സാധനങ്ങൾ തേടുന്നവരും ഒരുപോലെയുണ്ട് കടയിൽ. നല്ല ബാഗ് നമ്മളിവിടെ ലോക്കൽ തയ്ക്കുന്ന ബാഗൊക്കെ ഉണ്ട്. നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിനൊക്കെയാണ് കൂടുതൽ ആള് അതിൻ്റെ താഴെയുള്ളത്. ബ്രാൻഡഡ് വരുമ്പോൾ എങ്ങനെയായാലും 1000 എബോ വരും. അപ്പം ഒരു 4 കുട്ടികളൊക്കെ ഉള്ള ഫാമിലി ആകുമ്പോൾ ബഡ്ജറ്റ് താങ്ങൂല. ബുക്ക്, പേന, റെയിൻകോട്ട് എല്ലാം കൂടി കസ്റ്റമർക്ക് വലിയ ബഡ്ജറ്റാവും. സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിലാണ്. എളമക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 കൊച്ചി.